അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനം ആഘോഷിക്കൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞ മുൻകാല പണ്ഡിതന്മാർ, പൂർവികരായ പണ്ഡിതന്മാർ, അതിൽ പ്രശസ്തനാണ് അബു ഹഫ്സ് താജുദ്ദീൻ അൽ ഫാക്കിഹാനി അൽ ഇസ്കന്ദരി അൽ മിസ്രി അൽ മാലിക്കി റഹിമഹുല്ലാ. ഹിജ്റ 734 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയണം, വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അല്ല, വഹാബിയല്ല. ഈ പറയുന്ന നബിദിനം ആഘോഷിക്കുന്നവർ പോലും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഈ വിഷയത്തെ അവർക്ക് ദയനീയമായി തള്ളേണ്ടി വരുന്നു. ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ് പറയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നഹ്. ഖുർആനിലോ സുന്നത്തിലോ ഇതിനൊരു അടിസ്ഥാനമുണ്ടെന്ന്, മൗലിദ് ആഘോഷത്തിന് ഒരു അടിസ്ഥാനമുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനൊന്നില്ല. ഖുർആനിലോ സുന്നത്തിലോ അതിനൊരു അടിസ്ഥാനവുമില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഒരു ഉലമാക്കളിൽ നിന്നും, ഒരു പണ്ഡിതന്മാരിൽ നിന്നും അത് ഉദ്ധരിച്ചു വന്നിട്ടില്ല. ആരും അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അമലിനെ കുറിച്ച്, അങ്ങനെ ഒരു ആഘോഷത്തെ കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ. ദീനിൽ മാതൃക കാണിക്കേണ്ടവരാണവർ, മാതൃക കാണിച്ചവരാണവർ, മുൻഗാമികൾ സലഫുസ് സാലിഹീങ്ങളായ ആളുകൾ. അവർ ആരിൽ നിന്നും തന്നെ ഇങ്ങനെയുള്ളൊരു ആഘോഷം ഉദ്ധരിച്ചു വന്നിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു അടിസ്ഥാനവും ഇതിനില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഇതുണ്ടാക്കിയത് ദേഹേച്ഛയെ പിൻപറ്റുന്ന കുറച്ച് തീറ്ററപ്പായിമാരും ആ രൂപത്തിലുള്ള കുറച്ച് ആളുകളാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത് അവരെ പോലെയുള്ള ആളുകളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ആലോചിക്കണം, മുൻഗാമികളായ പണ്ഡിതന്മാർ, സലഫുസ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ നബിദിനാഘോഷത്തെ എങ്ങനെ കണ്ടു എന്നുള്ളത് ഇതൊന്നും സാധാരണക്കാരെ പഠിപ്പിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ ഇവർ തയ്യാറാവില്ല. കാരണം ഇവർക്ക് ഇതിന്റെ പിന്നിൽ വലിയ താല്പര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 2 പെരുന്നാൾ, 2 നമ്മുടെ ആഘോഷം, ആ ആഘോഷത്തിന് കാണിക്കാത്ത ആവേശവും, ആ 2 പെരുന്നാളുകൾ കാണിക്കാത്ത ഒരു ആഘോഷ രീതിയും, അല്ലെങ്കിൽ ആ ഒരു താല്പര്യവും എന്തുകൊണ്ട് ഇവർ റബീഉൽ അവ്വലിനെ കാണിക്കുന്നു? അതെ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണോ ഒരു ബിദ്അത്ത് ജനിക്കുന്നത് അവിടെ സുന്നത്തുകളും ഇരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെ അവഗണിക്കാൻ ബിദ്അത്തുകൾ കാരണമാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പെരുന്നാളിനോ ബലിപെരുന്നാളിനോ ചെറിയ പെരുന്നാളിനോ കാണാത്ത ആഘോഷം എന്തുകൊണ്ടാണ് റബീഉൽ അവ്വൽ കാണുന്നത്? അത് ബിദ്അത്തായതുകൊണ്ട്. അങ്ങനെ തന്നെ പറയണം, ബിദ്അത്തായതുകൊണ്ട്. കാരണം ബിദ്അത്തിനെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനും, അത് ചെയ്യിപ്പിക്കാനും അത്ര കണ്ട് ശൈത്താൻ ആവേശമുള്ള ഒരുത്തനാണ്. കാരണം ഒരാളെ കൊണ്ടൊരു ബിദ്അത്ത് ചെയ്യിപ്പിക്കുക, ഒരു ബിദ്അത്തുകാരനാക്കുക എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം ശൈത്താന് വേറെയില്ല. കാരണം ഒരാളെ ബിദ്അത്ത് ചെയ്യുന്നത് ഇത് പുണ്യമാണല്ലോ, നല്ലതാണല്ലോ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്തിരിയൂല. ഏതുപോലെ നമ്മൾ കാണുന്നത് പോലെ അവർ തെളിവുകളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എപ്പോഴും നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. അവരാണ് മാതൃക കാണിക്കേണ്ടവർ. മുൻഗാമികളായ സഹാബാക്കളും താബിഈങ്ങളും തബിഈങ്ങളും അവരാണ് നമുക്ക് ഇതിൽ മാതൃക കാണിക്കേണ്ട പൊതുവകൾ. മാതൃകാ പുരുഷന്മാർ അവരാണ്. ഉമ്മത്തിനെ നയിച്ചവരവരാണ്. ഉമ്മത്തിന് യഥാർത്ഥ ദീന് പകർന്നു തന്നവരവരാണ്. അവരാരും തന്നെ നബിദിനം ഈ രൂപത്തിൽ ആഘോഷിച്ച് കണ്ടതായിട്ടോ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു മൗലിദുൻ നബി എന്ന് പറയുന്ന ഒരു അമല് പറഞ്ഞു തന്നതായിട്ടോ എവിടെയും നമുക്ക് കാണാനില്ല. ഖുർആനിലും സുന്നത്തിലും അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം നിലപാട് പറയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.